നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 2025 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വസ്തുതകളുടെ ഡിസ്കഷൻ ആണ്. അപ്പൊ 2025 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നടന്ന പ്രധാന സംഭവങ്ങൾ, പിന്നെ 2024 ഒരു പ്രധാന സംഭവം കൂടി ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ക്ലാസ്സിലേക്ക് പോയാലോ? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടോ ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യത്തെ ഫാക്ട് മന്നത്ത് പത്മനാഭനെ കുറിച്ചാണ്. ഭാരത കേസരി എന്നറിയപ്പെടുന്ന മന്നത്ത് പത്മനാഭന്റെ ജന്മദിനം ജനുവരി 2-നാണ്. ഈ ജനുവരി 2 2014 മുതൽ കേരള ഗവൺമെന്റ് പൊതു അവധിയായിട്ട് പ്രഖ്യാപിച്ചു. അപ്പൊ 2014 മുതൽ ജനുവരി 2 എന്താണ്? പൊതു അവധിയാണ്. ഇദ്ദേഹം ജനിച്ചത് 1878 ജനുവരി മാസം 2-ന് കോട്ടയം ജില്ലയിലെ പെരുന്നയിലാണ്. 1878 ജനുവരി മാസം 2-ന് കോട്ടയം ജില്ലയിലെ പെരുന്നയിലാണ് ആര് ജനിച്ചത്? മന്നത്ത് പത്മനാഭൻ ജനിച്ചത്. ഭാരത കേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ. ഈ ഭാരത കേസരി എന്ന ബഹുമതി ഇദ്ദേഹത്തിന് നൽകിയതാരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. വർഷം 1959. 1959 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഭാരത കേസരി എന്ന പട്ടം ആർക്ക് നൽകിയത്? മന്നത്ത് പത്മനാഭന് നൽകിയത്. കേരള മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ് കേരള മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇദ്ദേഹത്തെ കേരള മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ സർദാർ KM പണിക്കരാണ്. സർദാർ KM പണിക്കർ. NSSന്റെ ആദ്യത്തെ സെക്രട്ടറി ആരാണ് എന്ന് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭൻ. NSSന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ K കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നത് ആര്? മന്നത്ത് പത്മനാഭൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നത് ആര്? K കേളപ്പൻ. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും ഫാക്ട്സ് ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കാം. ഇനി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സ്പീച്ചാണ് മുതുകുളം പ്രസംഗം. ഉത്തരവാദിത്ത ഭരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉത്തരവാദിത്ത ഭരണത്തിന് വേണ്ടി സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് ഇദ്ദേഹം നടത്തിയ പ്രസംഗമാണ് മുതുകുളം പ്രസംഗം. വർഷം 1947. PSCയുടെ റിപ്പീറ്റിംഗ് ചോദ്യം. മുതുകുളം പ്രസംഗം നടത്തിയതാര്? മന്നത്ത് പത്മനാഭനാണ്. വർഷം ഏത്? 1947. കോഴഞ്ചേരി പ്രസംഗം നടത്തിയതാര്? C കേശവൻ. വർഷം 1935. 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് C കേശവനുമാണെന്ന് ഓർക്കുക. അപ്പൊ ഭാരത കേസരി കേരള മദൻ മോഹൻ മാളവ്യ ആരാണ്? മന്നത്ത് പത്മനാഭൻ. ഇദ്ദേഹത്തിന്റെ ജന്മദിനമായിരുന്നു ജനുവരി 2. NSSന്റെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? മന്നത്ത് പത്മനാഭൻ. ഭാരത കേസരി എന്ന പട്ടം ഇദ്ദേഹത്തിന് നൽകിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. വർഷം 1959. മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭൻ. വർഷം 1947. ജനുവരി 2 പൊതു അവധിയായിട്ട് കേരള ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് 2014. തോട്ടക്കാട്ട് മാധവി അമ്മ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ആദ്യത്തെ വനിതയാണ്. ആര്? അംഗമായ ആദ്യത്തെ വനിതയാണ് തോട്ടക്കാട്ട് മാധവി അമ്മ. ആരുടെ ഭാര്യയാണ്? മന്നത്ത് പത്മനാഭന്റെ ഭാര്യയാണ്. എന്റെ ജീവിത സ്മരണകൾ എന്നത് ആരുടെ ആത്മകഥ? മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ് എന്റെ ജീവിത സ്മരണകൾ എന്ന് ഓർക്കുക. കേരള മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭൻ. ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ KM പണിക്കരാണ്. സർദാർ KM പണിക്കർ. അടുത്ത ഫാക്ടിലേക്ക് പോകാം. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത് എവിടെ? തിരുവനന്തപുരം ജില്ലയിലാണ് 63ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവം 2025 നടന്നത്. ജേതാക്കളായത് തൃശൂർ ജില്ല. തൃശൂർ ജില്ലയാണ് ജേതാക്കളായത്. വേദി എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ല. ഈ വർഷത്തെ കലോത്സവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഗോത്ര നൃത്ത രൂപങ്ങൾ ആദ്യമായി ഉൾപ്പെടുത്തിയ സംസ്ഥാന കലോത്സവം ഏതാണ്? ഈ 2025 നടന്ന 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലാണ് ഗോത്ര നൃത്ത രൂപങ്ങൾ ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയത്. ഓക്കെ, അപ്പൊ ഏതൊക്കെ ഗോത്ര നൃത്ത രൂപങ്ങളാണ് ഉൾപ്പെടുത്തിയത് എന്ന് പറയുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന സെക്രട്ടേറിയറ്റ് OA മെയിൻസ്, ലാബ് അസിസ്റ്റന്റ് മെയിൻസ്, സെക്രട്ടേറിയറ്റ് OA മെയിൻസിന്റെ ഡേറ്റ് വന്നു. എന്നാണ്? മെയ് മാസം 21. ഏകദേശം 3 മാസം നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്
50 ദിവസത്തെ സ്റ്റഡി പ്ലാനോട് കൂടി നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഞാൻ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസിൽ 6 മാസമാണ് കോഴ്സിന്റെ വാലിഡിറ്റി. അപ്പോൾ എല്ലാവരും കയറി ജോയിൻ ചെയ്തോളാം. സെക്രട്ടേറിയറ്റ് OA ഒരുപാട് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പോസ്റ്റ് ആണ്. അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് പരിശ്രമിച്ചോളൂ, ജോലി കിട്ടുക തന്നെ ചെയ്യും. അപ്പൊ സെക്രട്ടേറിയറ്റ് OA ലാബ് അസിസ്റ്റന്റ് മെയിൻസിന് വേണ്ടി ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന ഫയർമാൻ പരീക്ഷയ്ക്ക് വേണ്ടി സ്പെഷ്യൽ ടോപ്പിക് അടക്കം സ്റ്റഡി പ്ലാനോട് കൂടി ഞാൻ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ ബാച്ച് കോഴ്സിന്റെയും പ്രത്യേകത ഈ ഫുൾ സിലബസ് കവറേജ് ഉണ്ടായിരിക്കും. അതുപോലെ പുതിയ SCRT, പഴയ SCRT, ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, പിന്നെ ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് തന്നെ ഡയറക്ട്ലി ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഫെസിലിറ്റി നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. സെക്രട്ടേറിയറ്റ് OA ലാബ് അസിസ്റ്റന്റ് മെയിൻസിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് പുതിയ ബാച്ച് കോഴ്സ് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫയർമാൻ പുതിയ ബാച്ച് കോഴ്സ് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട 3 പരീക്ഷകൾ കമ്പനി LGS, ബെബ്കോ LD, VFA ഇപ്പോഴേ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. VFAക്ക് വേണ്ടിയിട്ട് പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡഡ് ആയിട്ടാണ് ബാച്ച് കോഴ്സ്. ഇതിനെല്ലാത്തിനും നിങ്ങൾക്ക് സ്റ്റഡി പ്ലാനും കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ എല്ലാ പരീക്ഷകൾക്കും വേണ്ടി ജനറൽ PSC ബാച്ച് കോഴ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ എന്ത് കാണത്തില്ല? സ്പെഷ്യൽ ടോപ്പിക്സ് കാണത്തില്ല. ജനറൽ PSC എന്ന് പറയുമ്പോൾ എല്ലാ പരീക്ഷയ്ക്കുമുള്ള കോമൺ ടോപ്പിക്സ് ആയിട്ട് ഒരു ബാച്ച് കോഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ബാച്ച് കോഴ്സുകൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഇനി 10th പ്രിലിംസിന് വേണ്ടി ബേസ് ലെവൽ തൊട്ട് പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് 10th പ്രിലിംസ് 2025 എന്ന് പറഞ്ഞ ബാച്ച് കോഴ്സും ഉണ്ട്. എല്ലാ ക്ലാസ്സുകളും ബേസ് ലെവൽ തൊട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പൊ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ കൂടി നമ്മുടെ ആപ്പിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബേസ് തൊട്ട് പഠിച്ചു പോകാം. എല്ലാ സബ്ജക്ട്സും ഉണ്ട്. മാത്സ്, മെനലബിലിറ്റി, ഇംഗ്ലീഷ്, മലയാളം, IT, GK എന്ന് പറയുമ്പോൾ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് എല്ലാം ഉൾപ്പെടുന്നതാണ്. ഓക്കെ, അപ്പൊ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, കയറി ചെക്ക് ചെയ്യുക. ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങിക്കോളാം. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഗോത്ര നൃത്ത രൂപങ്ങൾ ഉൾപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം ഇപ്പൊ നടന്ന 63ാമത് 2025 നടന്ന 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവമാണ്. ഏതൊക്കെ ഗോത്ര നൃത്ത രൂപങ്ങളാണ് ഉൾപ്പെടുത്തിയത്? മംഗലം കളി, പണിയ നൃത്തം, പാലിയ നൃത്തം, മലയപ്പുലയാട്ടം, ഇരുള നൃത്തം. ഏതൊക്കെയാണ്? മംഗലം കളി, പണിയ നൃത്തം, പാലിയ നൃത്തം, മലയപ്പുലയ ആട്ടം, ഇരുള നൃത്തം എന്നീ ഗോത്ര നൃത്ത രൂപങ്ങളാണ് ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയത്. അടുത്ത ഫാക്ട് പ്രധാനപ്പെട്ട ഫാക്ട് ആണ്. നമ്മുടെ പുതിയ ഗവർണർ, കേരള ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ് കേരളത്തിന്റെ പുതിയ ഗവർണർ. ഇദ്ദേഹം ഗോവ സ്വദേശിയാണ്. ബീഹാറിന്റെ മുൻ ഗവർണർ ആയിരുന്നു. കേരളത്തിന്റെ 23ാമത് ഗവർണർ. അപ്പൊ കേരളത്തിന്റെ 23ാമത് ഗവർണറായി നിയമിതനായത് ആരാണെന്ന് ചോദിച്ചാൽ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഇദ്ദേഹത്തിന്റെ സ്വദേശം ചോദിച്ചാൽ ഗോവ. ഇദ്ദേഹം മുന്നേ ഏത് സംസ്ഥാനത്തെ ഗവർണർ ആയിരുന്നു? ബീഹാറിലെ ഗവർണർ ആയിരുന്നു. അപ്പൊ നമ്മുടെ 22ാമത്തെ ഗവർണർ ആരായിരുന്നു? ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹം ബീഹാർ ഗവർണറായിട്ട് നിയമിതനായി. ആ ഒഴിവിലാണ് ഇങ്ങോട്ടേക്ക് ആര് വന്നത്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വന്നത്. അപ്പോ അടുത്ത പരീക്ഷയ്ക്ക് ഈ ചോദ്യം പ്രതീക്ഷിക്കാം. അടുത്ത ചോദ്യം ഇമ്പോർട്ടന്റ്. 2025 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഹരിവരാസനം പുരസ്കാരം എപ്പോഴും PSC ചോദിക്കാറുണ്ട്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് 2025 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് എന്നോർക്കുക. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2025 UN ഏതൊക്കെ വർഷങ്ങളായിട്ടാണ് ആചരിക്കുന്നത്? 2025 4 അന്താരാഷ്ട്ര വർഷങ്ങളായിട്ടാണ് ആചരിക്കുന്നത്. 1 അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷം, 2 സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷം, 3 അന്താരാഷ്ട്ര സഹകരണ വർഷം, 4 ഹിമാനികളുടെ സംരക്ഷണ വർഷം. 2025 ഏതൊക്കെ അന്താരാഷ്ട്ര വർഷങ്ങളായിട്ടാണ് UN ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷം, സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷം, അന്താരാഷ്ട്ര സഹകരണ വർഷം, ഹിമാനികളുടെ സംരക്ഷണ വർഷം എന്ന് ഓർക്കുക. അപ്പൊ ഈ പറഞ്ഞ ഫാക്ട്സ് ഇത്രയും ക്ലിയർ അല്ലേ? അടുത്തതിലേക്ക് പോയാലോ. അടുത്തത് മലയാളത്തിന്റെ
പ്രിയങ്കരനായ എഴുത്തുകാരൻ MT വാസുദേവൻ നായരെ കുറിച്ചാണ്. അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞത് 2024 ക്രിസ്മസ് ദിനത്തിലാണ്. ഇദ്ദേഹത്തിന്റെ ഫാക്ട്സ് ഇനി വരുന്ന പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാം. MT വാസുദേവൻ നായർ, മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന MT വാസുദേവൻ നായർ ജനിച്ചത് 1933 ജൂലൈ മാസം 15 പാലക്കാട് കൂടല്ലൂരിലാണ്. 1933 ജൂലൈ മാസം 15 മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന MT വാസുദേവൻ നായരുടെ ജനനം. അപ്പൊ ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലം കൂടല്ലൂർ. അപ്പൊ കൂടല്ലൂരിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? MT വാസുദേവൻ നായർ. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? MT വാസുദേവൻ നായർ. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവൽ ഏതാണ്? പാതിരാവും പകൽ വെളിച്ചവും. പാതിരാവും പകൽ വെളിച്ചവും എന്നതാണ് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവൽ. ബിരുദ വിദ്യാർത്ഥിയായിരിക്കെ തന്നെ ഇദ്ദേഹം രചിച്ച കഥാസമാഹാരമാണ് രക്തം പുരണ്ട മൺതരികൾ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ കഥാസമാഹാരം ഏതാണെന്ന് ചോദിച്ചാൽ രക്തം പുരണ്ട മൺതരികൾ. ആദ്യത്തെ നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ പാതിരാവും പകൽ വെളിച്ചവുമാണ് ആദ്യത്തെ നോവൽ. ഇദ്ദേഹത്തിന് 1954 ലോക ചെറുകഥാ പുരസ്കാരം ലഭിച്ചു. ഏത് കൃതിക്ക്? വളർത്തുമൃഗങ്ങൾ എന്ന കൃതിക്ക്. വളർത്തുമൃഗങ്ങൾ എന്ന കൃതിക്ക് 1954 ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂണൽ സംഘടിപ്പിച്ച ലോക ചെറുകഥാ മത്സരത്തിൽ വളർത്തുമൃഗങ്ങൾ എന്ന ചെറുകഥയ്ക്കാണ് ഇദ്ദേഹത്തിന് 1ാം സമ്മാനം ലഭിച്ചത്. ഇനി നാലുകെട്ട് പുസ്തക രൂപത്തിൽ പുറത്തിറങ്ങിയ വർഷം. ആദ്യത്തെ കൃതി പുസ്തക രൂപത്തിൽ പുറത്തിറങ്ങിയ ആദ്യത്തെ കൃതി നാലുകെട്ടാണ്. 1958 നാലുകെട്ട് പുറത്തിറങ്ങിയത്. സ്നേഹത്തിന്റെ മുഖങ്ങൾ എന്ന ഇദ്ദേഹത്തിന്റെ കൃതി മുറപ്പെണ്ണ് എന്ന പേരിൽ തിരക്കഥയായി വർഷം 1965. അങ്ങനെയാണ് ഇദ്ദേഹം സിനിമാ ലോകത്തേക്ക് കടന്നു വന്നത്. 1965 മുറപ്പെണ്ണിന്റെ തിരക്കഥ രചിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ കൃതിയായ സ്നേഹത്തിന്റെ മുഖങ്ങളാണ് മുറപ്പെണ്ണിന്റെ തിരക്കഥയായിട്ട് മാറിയത്. അങ്ങനെ 1965 ഇദ്ദേഹം സിനിമാ ലോകത്തേക്ക് കടന്നു വന്നു. പിന്നീട് എഴുത്തുകാരനായി, സംവിധായകനായി ഇദ്ദേഹത്തിന് 4 തവണ ദേശീയ അവാർഡും കിട്ടിയിട്ടുണ്ട്. അതായത് മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡ് 4 തവണ കിട്ടിയിട്ടുണ്ട്. ഇദ്ദേഹം സംവിധാനം ചെയ്ത 1973 നിർമാല്യം എന്ന ചിത്രത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ പതക്കം ലഭിച്ചു. ഈ ചിത്രത്തിലെ അഭിനയത്തിനാണ് PJ ആന്റണിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചത്. വർഷം 1973. ചിത്രം ഏതാണ്? നിർമാല്യം എന്ന ചിത്രം. സംവിധാനം ആരായിരുന്നു? MT വാസുദേവൻ നായർ. ഇദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ച വർഷം 2005. പത്മഭൂഷൺ ലഭിച്ചത് 2005. പത്മവിഭൂഷൺ ലഭിച്ചത് 2025 മരണാനന്തര ബഹുമതിയായിട്ട്. അപ്പൊ മരണാനന്തര ബഹുമതിയായി ഇദ്ദേഹത്തിന് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത് ഇക്കൊല്ലമാണ് 2025. JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് 2013. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് 2011. ഇനി ഇദ്ദേഹത്തിന് വയലാർ അവാർഡ് ലഭിച്ചത് 1985. ഏത് കൃതിക്കാണ്? രണ്ടാമൂഴം എന്ന കൃതിക്കാണ് ഇദ്ദേഹത്തിന് ഏത് പുരസ്കാരം ലഭിച്ചത്? വയലാർ അവാർഡ് ലഭിച്ചത്. ജ്ഞാനപീഠ പുരസ്കാരം വളരെ ഇമ്പോർട്ടന്റ്. 1995 ഇദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. 6 മലയാളികൾക്കാണ് ഇതുവരെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അതിലൊരാളാണ് ആര്? MT വാസുദേവൻ നായർ. വർഷം 1995. രണ്ടാമൂഴത്തിനാണ് വയലാർ പുരസ്കാരം ലഭിച്ചത്. വർഷം 1985. ഇനി മലയാളമാണ് എന്റെ ഭാഷ എന്നത് നമ്മുടെ ഭാഷാ പ്രതിജ്ഞയാണ്. അത് രചിച്ചതും ആര് തന്നെയാണ്? MT വാസുദേവൻ നായരാണ്. മലയാളമാണ് എന്റെ ഭാഷ. കേരള സർക്കാരിന്റെ പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ആർക്കാ ലഭിച്ചത്? MT വാസുദേവൻ നായർ. വർഷം 2022. 2022 മുതലാണ് കേരള പുരസ്കാരങ്ങൾ കേരള സർക്കാർ ഏർപ്പെടുത്തിയത്. അതിൽ ആദ്യത്തത് പ്രഥമ പുരസ്കാരം അല്ലെങ്കിൽ പരമോന്നത പുരസ്കാരം ഏതാണ്? കേരള ജ്യോതിയാണ്. കേരള ജ്യോതി. അപ്പൊ കേരള ജ്യോതി പുരസ്കാരം, കേരള ജ്യോതി, കേരള പ്രഭ, കേരളശ്രീ, അതിൽ കേരള ജ്യോതി പുരസ്കാരം ആദ്യത്തെ ലഭിച്ചത് ആർക്കാണ്? MT വാസുദേവൻ നായർ. വർഷം 2022. ഇത്രയുമാണ് പ്രധാനപ്പെട്ട വസ്തുതകൾ. പിന്നെ ഇദ്ദേഹത്തിന്റെ കുറെ കൃതികൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം. കാലം, മഞ്ഞ്, അസുരവിത്ത് മുതലായ കൃതികളൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ.
മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പ്രധാനപ്പെട്ട ഫാക്ട്സ് ആണ് ഈ ഒറ്റ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ കോഴ്സുകളൊക്കെ നടന്നു വരികയാണ്. ഇപ്പോൾ അഡ്മിഷൻ എടുക്കാം, അഡ്മിഷൻ ഓപ്പൺ ആണ്. ഇന്ന് തൊട്ട് പഠിച്ചു തുടങ്ങിക്കോളൂ. സെക്രട്ടേറിയറ്റ് OA മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി വേറെ കോഴ്സുകളൊക്കെ നിങ്ങൾ വേറെ പരീക്ഷയ്ക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെയൊക്കെ കോഴ്സുകൾ ആപ്പിൽ അവൈലബിൾ ആണ്. ഇത് ഞാൻ ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് വെച്ചേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ എല്ലാ ക്ലാസ്സുകളും ഞാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.